pain management for patients is done in a consistent manner. Care of patients is 17th standard ആണ് പെയിൻ മാനേജ്മെൻറ്റ് എങ്ങനെ ചെയ്യണം എന്നതിനെക്കുറിച്ച് 4 കമ്മിറ്റ്മെൻ്റ് ഒബ്ജക്റ്റീവ് എലമെൻറ്റിൽ കൂടെ വളരെ സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിട്ടൊരു ഡിസ്കഷനാണ് നമുക്ക് NABH ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. നമ്മുടെ പെയിൻ മാനേജ്മെൻറ്റ് സ്റ്റാൻഡേർഡൈസ് ചെയ്യുന്നതിന് നമ്മുടെ ഹോസ്പിറ്റലിൽ കമ്മിറ്റഡ് ആയിരിക്കുന്നതിന് ഈ ഒരു 4 കമ്മിറ്റ്മെൻ്റ് ഒബ്ജക്റ്റീവ് എലമെൻറ്റ് മാത്രം ശ്രദ്ധിച്ചാൽ മതി. അതിന് നമുക്ക് ഒരു ഡോക്യുമെൻ്റ് ഉണ്ടാവണം. സാധാരണ നമ്മൾ പറയുന്നത് പോലെ തന്നെ എഫക്റ്റീവ് പെയിൻ മാനേജ്മെൻറ്റിനെ കുറിച്ച് നമുക്കൊരു ഡോക്യുമെൻ്റ് ഉണ്ടാവണം. കൃത്യമായിട്ട് പേഷ്യൻസിനെ സ്ക്രീൻ ചെയ്യണം, റീഅസസ് ചെയ്യണം പെയിൻ മാനേജ്മെൻറ്റിന് വേണ്ടിയിട്ട്. അത് OPയിലാണ് എങ്കിൽ ഇനിഷ്യൽ അസസ്മെൻ്റ് സമയത്ത് പെയിൻ ഉണ്ടോ ഇല്ലയോ എന്നൊരു ചോദ്യത്തിൽ ഒതുക്കാം. പക്ഷെ യെസ് ആണ് ആൻസർ എങ്കിൽ ഡീറ്റെയിൽഡ് പെയിൻ അസസ്മെൻറ്റിലേക്ക് പോകണം. അതുപോലെ തന്നെ നമുക്ക് ആ ഡീറ്റെയിൽഡ് അസസ്മെൻറ്റ് പോകുമ്പോൾ അതിൻ്റെ യെസ് ആണ് ആൻസർ ഡീറ്റെയിൽഡ് അസസ്മെൻറ്റിൽ പോയിട്ടുണ്ടെങ്കിൽ റീഅസസ്മെൻറ്റ് ആവശ്യമാണ്. പീരിയോഡിക്കായിട്ട് നമ്മളത് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ആ ഒരു പെയിൻ മാനേജ്മെൻറ്റിന് കൃത്യമായിട്ടൊരു പെയിൻ WHO പെയിൻ ലാഡർ സ്കെയിലൊക്കെ ഉണ്ട്. അതനുസരിച്ചുള്ള സ്റ്റാൻഡേർഡ് നമ്മുടെ ഹോസ്പിറ്റലിൽ പേഷ്യൻസിൻ്റെ റെസ്പോൺസ് ബേസ്ഡ് ആയിട്ട് ഡിപ്ലോയ് ചെയ്യേണ്ടത് ആവശ്യമുണ്ട്. സോ ഈ ഒരു COP17 എന്ന് പറഞ്ഞ പെയിൻ മാനേജ്മെൻറ്റിനെ കുറിച്ചുള്ള ഒരു സ്റ്റാൻഡേർഡ് 4 ഒബ്ജക്റ്റീവ് എലമെൻറ്റുകളാണ്. സിമ്പിളാണ്, പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമാണ്. എന്താണ് അതിനൊരു കൃത്യമായ എഫക്റ്റീവ് മാനേജ്മെൻറ്റ് ഡോക്യുമെൻറ്റേഷൻ ഉണ്ടാവണം, സ്ക്രീൻ ചെയ്യണം, അസസ്മെൻറ്റ് ഡീറ്റെയിൽഡായിട്ട് നടത്തേണ്ട സാഹചര്യമാണെങ്കിൽ അത് നടത്തണം, അത് റീഅസസ് ചെയ്യണം. നമുക്കൊരു കൃത്യമായ പെയിൻ മാനേജ്മെൻറ്റ് സംവിധാനം ഉണ്ടാവണം. നമുക്കതില്ല എങ്കിൽ അടുത്ത ഒരു സ്ഥലത്തേക്ക് റെഫർ ചെയ്യാൻ നമുക്ക് കഴിയണം. ഇത്രയും കാര്യങ്ങൾ വിശദമായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം.